ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. കണ്ണൂർ ജില്ലയിലെ പെരളശ്ശേരി സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലേക്കാണ് ഇന്ന് തൊഴാൻ പോകുന്നത്. ഇതെൻ്റെ അനിയത്തിയുടെ വീട്ടിൻ്റെ അടുത്താണ് ഈ ഒരു അമ്പലം വരുന്നത്. ഐതിഹ്യപ്രകാരം ഇവിടുത്തെ പ്രധാന പ്രതിഷ്ഠയായ സുബ്രഹ്മണ്യസ്വാമിയെ പ്രതിഷ്ഠിച്ചത് മഹാവിഷ്ണുവിൻ്റെ അവതാരമായ ശ്രീരാമചന്ദ്രനാണെന്നാണ് കേട്ടോ പറയുന്നത്. പഴനിയിലേതുപോലെ തന്നെ പടിഞ്ഞാറോട്ടാണ് ഇവിടെയും സുബ്രഹ്മണ്യസ്വാമിയുടെ ദർശനം. തുല്യ പ്രാധാന്യത്തോടെ തന്നെ നാഗപ്രതിഷ്ഠയും അതുപോലെ ശാസ്താവ്, ഗണപതി, ഭദ്രകാളി എന്നീ പ്രതിഷ്ഠകളും ഇവിടെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഞാനും ഏട്ടനും കുട്ടികളും അമ്പലത്തിൽ കയറി തൊഴുതു. ഈ ക്ഷേത്രത്തിൻ്റെ മുന്നിലുള്ള പ്രത്യേക രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ക്ഷേത്രക്കുളം വളരെ പ്രസിദ്ധമാണ് കേട്ടോ. നോക്ക്, കണ്ടില്ലേ നിങ്ങൾ? ഈ കുളം പല സ്ഥലത്തും കണ്ടിട്ടുണ്ടായിരിക്കും. ഇവിടെ ഷൂട്ടിങ്ങൊക്കെ നടക്കാറുണ്ട്. ഈ ക്ഷേത്രക്കുളം വാസ്തുവിദ്യ വിസ്മയമാണെന്ന് തന്നെ പറയാം കേട്ടോ. ഇത് കണ്ടപ്പോൾ ഒന്നും പറയാനില്ല കേട്ടോ. അടിപൊളി, നല്ല ക്ലീൻ ആയിരുന്നു കേട്ടോ. ഒരു വൃത്തികേടോ ഒരു ഇലയോ കടലാസോ ഒന്നും അവിടെ ഉണ്ടായില്ല കേട്ടോ. വളരെ നീറ്റായിട്ടാണ് കേട്ടോ കണ്ടത്. അപ്പോൾ കുട്ടികൾക്കൊക്കെ കുളത്തിൻ്റെ അടുത്തേക്ക് പോകണം. അതിൽ നിറയെ മീനുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ കാണണമെന്ന് പറഞ്ഞിട്ട് നമ്മളിതേ കുളത്തിൻ്റെ അടുത്തേക്ക് നടക്കുകയാണേ. നമ്മൾ അങ്ങോട്ട് കയറുന്ന അവിടെ തന്നെ സെക്യൂരിറ്റി നിൽപ്പുണ്ട് കേട്ടോ. സെക്യൂരിറ്റി പറയുന്നുണ്ട് മീനുകളൊന്നും ശല്യം ചെയ്യരുത് എന്ന് പറയുന്നുണ്ട്. വെള്ളം ഇങ്ങനെ കുത്തിക്കലക്കരുത് എന്നാണ് കേട്ടോ അവർ ഉദ്ദേശിച്ചത്. ചെരുപ്പൊക്കെ നമ്മൾ ഈ ഗേറ്റിൻ്റെ ഫ്രണ്ടിലായിട്ടോ സൈഡിലായിട്ടോ അഴിച്ചു വെക്കണേ. ഇതിലേക്ക് ഇറങ്ങുന്ന സ്റ്റെപ്പുകളൊക്കെ അത്യാവശ്യം വീതി ഉണ്ടായിരുന്നേ. ദൂരേന്ന് നോക്കിയപ്പോൾ ചെറിയ സ്റ്റെപ്പുകളായിട്ട് എനിക്ക് തോന്നിയിട്ട് എനിക്കൊരു ടെൻഷൻ ഉണ്ടായിരുന്നു മക്കളായിട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങുമ്പോൾ. അപ്പോൾ അത്യാവശ്യം വീതിയുണ്ട് കേട്ടോ. പെട്ടെന്ന് അങ്ങനെ വീണ് പോകാനുള്ള ചാൻസ് ഒന്നുമില്ല. എങ്കിലും നമ്മൾ നന്നായിട്ട് ശ്രദ്ധിക്കണം. അപ്പോൾ അത് എല്ലാവരും ചെരുപ്പൊക്കെ ഇവിടെ ഊരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതേ കുളത്തിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവുകയാണ്. കുട്ടികൾക്ക് വെള്ളം ഭയങ്കര ഇഷ്ടമാണല്ലോ അല്ലേ? പക്ഷേ അനിയത്തിയുടെ മോന ചെറുതില്ലേ, അവന് വെള്ളം പേടിയാണ്. അവനങ്ങനെ ഇറങ്ങില്ല. ജസ്റ്റ് ഒന്ന് കാലൊന്ന് നനച്ചേ ഉള്ളേ. നിങ്ങൾക്കത് വീഡിയോയിൽ കാണാം. ഞാൻ ഉണ്ണിയേട്ടാ കുട്ടികളെ ശ്രദ്ധിക്കണം കേട്ടോ എന്ന് ഇങ്ങനെ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതേ കുളം കണ്ടപ്പോൾ തന്നെ എനിക്ക് വെള്ളം പേടിയാണെങ്കിലും ഈ ഒരു കുളം പിന്നെ അത്യാവശ്യം ആൾക്കാരും ഉണ്ട്, അത് കാരണം വലിയ കുഴപ്പമില്ല. ഇതിങ്ങനെ കണ്ടപ്പോൾ തന്നെ കുറേ നേരം അവിടെ ഇങ്ങനെ സ്പെൻഡ് ചെയ്യാൻ തോന്നി കേട്ടോ. അത്രയ്ക്ക് രസമുണ്ടായിരുന്നു അത് കാണാൻ. രാവിലെ ആയതുകൊണ്ട് തന്നെ വെയിലിനൊന്നും അത്ര ചൂട് വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ കുറച്ചധികം നേരം ഞങ്ങൾക്ക് അവിടെ ഇരിക്കാനും കഴിഞ്ഞ്. തിരിച്ചു പോകാനുള്ള ട്രെയിന് ഉച്ചയ്ക്ക് 2:50 അപ്പോൾ ഞാൻ ട്രെയിൻ ടൈമൊക്കെ നോക്കുമായിരുന്നു കേട്ടോ. എപ്പോഴാണ് ഏതാ ട്രെയിൻ എന്നൊക്കെ ഉള്ളത് നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ കുളത്തിലെ മീനുകളെ കണ്ടോ? ഇത്ര അധികം മീനുണ്ട്. വെള്ളം ഇളകിയെന്ന് വിചാരിച്ചിട്ട് അത് ദൂരേക്ക് പോകുന്നൊന്നുമില്ല കേട്ടോ. ആ ഒരു ഏരിയ തന്നെ നിൽക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ മീനിന് തീറ്റ കൊടുക്കുക അങ്ങനെയുള്ളതൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. മീനുകൾക്ക് തീറ്റ അത് ശല്യം ചെയ്തു. അപ്പൊ ശല്യം ചെയ്ത് കാലോട് അങ്ങനെ ഇളക്കല്ലേ, കാല് പറഞ്ഞ വെച്ചു കൊടുക്കാനേ പാടുള്ളൂ. വലിയ മീൻ നോക്കണേട്ടാ. അതെല്ലേ, നല്ല ആൾക്കാരെ കൊത്തുള്ളൂ. കണ്ട കൊത്തു നോക്ക്. അത് ആകെ ഇളക്കരുത്, പതുക്കെ വെക്കാനേ പാടുള്ളൂ. അപ്പൊ അവര് അങ്ങനെ ഇളക്കരുത്. ഞാനിങ്ങനെ വെക്കുമ്പോ വരില്ല. അതാ പറഞ്ഞത്, നല്ല കുട്ടികളൊക്കെ വരുള്ളൂ. കണ്ടാ ചില കാലിന്റെ അടിയിൽ കൊത്തണക്ക് ആ കാല് കിക്കിലേക്കണ്. അതെ ഇങ്ങോട്ട് നോക്ക്, അച്ഛനെ നോക്ക്. രണ്ടെണ്ണം കൊത്തണ അതിന് ഇവരാകിട്ട് ഇളക്കടി. നിങ്ങക്കൊത്തില്ലേ? അവിടെ കാല് വെറുതെ വെച്ചു. ആ ഷാള് വെള്ളത്തിലപ്പോ ഇതേ പാവാടൊക്കെ വെള്ളത്തിൽ പിടിച്ചു കൊടുക്കുക. കയറി കാല് വെച്ചെങ്കിൽ ശരിയല്ല. കണ്ണി കണ്ടിടത്തൊക്കെ തുണി പൊന്തിച്ച് കാണിക്കാണ്ട് കയറി പൊടി.
വെള്ളത്തിൽ കാല് വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ മീൻ വന്ന് കൊത്തും കേട്ടോ. അത് ഉറപ്പായിട്ടും മീൻ കൊത്തും. നമ്മൾ അധികം കുത്തി ഇളക്കാണ്ട് പതിയെ കാല് വെച്ചെടുത്താൽ മീൻ വന്ന് കൊത്തും കേട്ടോ. നല്ല ഫുഡ് മസാജിങ്ങും ആണ്. ഇതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കാനായിട്ടുള്ള ടൈമാണ് കേട്ടോ. പക്ഷേ കുട്ടികൾക്ക് ഇനിയും വെള്ളത്തിൽ പാറൂനാണ് മതിയായിട്ടില്ല. ഇനിയും വെള്ളത്തിൽ കാല് വെക്കണം, മീനിനെ എന്നെ കുറച്ചേക്ക് അടിച്ചിട്ടുള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഏട്ടൻ ചീത്ത പറഞ്ഞപ്പോൾ പിന്നെ വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും പോയില്ല. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ട് ഞങ്ങൾ അവിടെ നിന്ന് പെട്ടെന്ന് തന്നെ ഇറങ്ങി കേട്ടോ. വേറൊരു അമ്പലം ഉണ്ടായിരുന്നു അടുത്ത്. ആ ഒരു അമ്പലത്തിലും കൂടി കയറി ചെയ്തു. അത് കഴിഞ്ഞതിന് ശേഷം കുട്ടികൾക്ക് വിശക്കുണ്ടെന്ന് പറഞ്ഞിട്ട് ചെറിയൊരു റെസ്റ്റോറൻ്റ് അല്ല, ചെറിയൊരു കൂൾ ഡ്രിങ്ക്സിൻ്റെ ഒക്കെ ഒരു ഷോപ്പാണ്. അപ്പോൾ അവിടെ കയറി കുട്ടികൾക്ക് വേണ്ട കുറച്ച് കാര്യങ്ങളൊക്കെ വാങ്ങി കഴിച്ച് ഞങ്ങൾ വീട്ടിൽ പോയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാണ് ഞങ്ങൾ തിരിഞ്ഞ് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയത്. എൻ്റെ അനിയത്തിക്ക് ലീവ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഞങ്ങളും പെട്ടെന്നുള്ള യാത്രയായിരുന്നു. അത് കാരണം മുൻകൂട്ടി പറയാനൊന്നും കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അവൾ കൂടെ ഇല്ലാത്തൊരു മിസ്സിങ് ഉണ്ടായിരുന്നു കേട്ടോ. അവളുടെ നാട്ടിൽ വന്നിട്ട് യാത്ര ചെയ്യുമ്പോൾ അവളില്ലാണ്ടിരുന്ന ഒരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ ഇതേ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി. അവളുടെ ഹസ്സും പിള്ളേരുമാണ് ഞങ്ങളെ റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്നാക്കിയത്. ട്രെയിൻ എടുക്കുന്ന ആ സമയം വരെ അവളവിടെ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാർട്ടിങ് കണ്ണൂരിലുള്ള ഇൻ്റർസിറ്റിക്കാണ് കേട്ടോ ഞങ്ങൾ പോകുന്നത്, എറണാകുളം ജംഗ്ഷനിലേക്ക്. അപ്പോൾ അതേ കുട്ടികൾ മുകളിലാണ് ഇരുന്നത്. സീറ്റ് ഉണ്ടായിരുന്നു, സ്റ്റാർട്ടിങ് അല്ലേ. അത് കഴിഞ്ഞ് പിന്നെ കാറ് കുറച്ച് നേരം കിടന്ന് ഉറങ്ങി. ലച്ചു എന്തൊക്കെയോ കുറച്ച് എഴുതൊക്കെ ചെയ്തു കിട്ടും. വേറെ സമയം പോകാൻ വേറെ വഴിയൊന്നുമില്ലല്ലോ. ഫോണ് ഞാൻ അങ്ങനെ എപ്പോഴും കൊടുക്കാറില്ല. അപ്പോൾ കാറ് ഇതേ മുകളിൽ കിടന്ന് ഉറങ്ങാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ്. ലച്ചു കാറിന് വേണ്ടി എന്തൊക്കെയോ എഴുതിയുണ്ടാക്കും. ട്രെയിൻ യാത്ര ചെയ്യുമ്പോൾ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ. ബസ്സിൽ യാത്ര ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ ബുദ്ധിമുട്ടായിട്ട് തോന്നിയത് കേട്ടോ. എനിക്ക് കണ്ണൂരിൽ നമ്മൾ ആദ്യം പറശ്ശിനിക്കടയിലേക്കാണ് പോയത്. അവിടേക്ക് പോകുന്ന റോഡ്, വണ്ടിയുടെ സ്പീഡ്, അതൊക്കെ എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ട്. ട്രെയിൻ യാത്ര ഓക്കെയാണ്, ഒരു കുഴപ്പമില്ല. ഇപ്പോഴത്തേയും ഞങ്ങൾ ആലുവെത്തിയിട്ട് നൈറ്റ് ഒരു 8:45 9 മണിയോട് കൂടിയാണ് ഞങ്ങൾ എറണാകുളം ജംഗ്ഷനിൽ ഇറങ്ങിയത്. ഞാനും ചെറുതായിട്ടൊന്ന് മയങ്ങിയിട്ടോ, വലുതായിട്ടല്ല ചെറുതായിട്ട്. ഞാനങ്ങനെ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെ അങ്ങ് കിടന്നുറങ്ങാറില്ല കേട്ടോ. ഞാൻ എപ്പോഴും പിള്ളേരെ ശ്രദ്ധിക്കും. ഇതിപ്പോൾ ലച്ചുമോള് മുകളിൽ കിടന്നുറങ്ങുന്ന സമയത്ത് പാറു താഴെ ലച്ചുവിൻ്റെ സീറ്റിൽ വന്നിരിക്കും. അങ്ങനെയാണ് കിടന്നത്. ലച്ചു ഉറങ്ങുമ്പോൾ പാറിരിക്കും, പാറ ഉറങ്ങുമ്പോൾ ലച്ചു ഇരിക്കും. അങ്ങനെയാണ് ചെയ്തത്. ലച്ചുമോള് മുകളിൽ ഇത് ഇപ്പോൾ ഉറങ്ങി എണീറ്റിട്ടുണ്ട്. അവൾ കിടന്നുറങ്ങുന്ന സമയത്ത് താഴെ ഇരുന്ന ഒരു പയ്യന് അവൻ്റെ 4 വിരലിങ്ങനെ മുകളിലേക്ക് ആ ഒരു ഗ്യാപ്പ് കാണുന്നുണ്ടല്ലോ, അതിലൂടെ അങ്ങനെ മുകളിലേക്ക് ഇട്ടുണ്ട് കേട്ടോ. തോണ്ടിയിട്ടൊന്നും ഇല്ലാന്നാണ് തോന്നുന്നത്. അതൊന്നും ഞാൻ കണ്ടില്ല എന്നല്ല, ഇല്ലയെന്ന് തന്നെ തോന്നുന്നത്. പക്ഷെ അവൻ്റെ കൈ അങ്ങനെ മുകളിൽ അങ്ങനെ പിടിച്ചിരുന്നതാണെന്നാണ് തോന്നുന്നത് കേട്ടോ. പക്ഷെ ഞാൻ ഉണ്ണേട്ടൻ എൻ്റെ സൈഡിൽ കിടന്ന് ഉറങ്ങായിരുന്നു. അപ്പം ഞാൻ എണീറ്റ് അവൻ്റെ കൈ തട്ടിയിട്ട് ഞാൻ പറഞ്ഞു കൈ എടുക്കുമെന്ന് പറഞ്ഞു. മലയാളി തന്നെയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ എപ്പോഴും ഇങ്ങനെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും. ഇപ്പം ഏട്ടനായാലും ഏട്ടൻ്റെ ഫോണ്, പേഴ്സ്, അതൊക്കെ ഞാൻ എപ്പോഴും ശ്രദ്ധിച്ചുകൊണ്ടിരിക്കും കേട്ടോ. ചിലപ്പോൾ ആൾക്കാർ പാസ് ചെയ്ത് പോണ സമയത്ത് എടുത്തു പോയാലും ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഉണ്ണേട്ടൻ കിടന്ന് ഉറങ്ങാൻ വേണ്ടി പറഞ്ഞാലും ഞാൻ അങ്ങനെ അങ്ങ് ഉറങ്ങാറില്ല കേട്ടോ. അപ്പോൾ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഞാൻ എപ്പോഴും ഇരിക്കും. എപ്പോഴെങ്കിലും ഒന്ന് ഉണ്ണേട്ടൻ ഞാൻ ഒന്ന് കിടക്കട്ടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ ഞാനങ്ങനെ ഉറങ്ങാറുള്ളൂ. ഇപ്പോൾ ദേ ഞങ്ങൾ എറണാകുളം ജംഗ്ഷൻ എത്താറായിട്ടുണ്ട്. മാത്രം യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ചിലപ്പോൾ കിടക്കാറുണ്ട് കേട്ടോ. ഏട്ടൻ്റെ പേഴ്സും ഫോണൊക്കെ ഞാൻ എൻ്റെ ബാഗിലിട്ടിട്ട് അങ്ങനെ ഞാൻ കിടന്നുറങ്ങാറുണ്ട്. കുട്ടികളുണ്ടാകുമ്പോൾ ഞാൻ മാക്സിമം ഞാൻ ഉറങ്ങാൻ ശ്രമിക്കാറേ ഇല്ല. ഉറക്കം വന്നാലും ഞാനിങ്ങനെ ഇരിക്കും. അല്ലെങ്കിൽ ഫോൺ നോക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും പുസ്തകം എഴുതിയിട്ടുണ്ടായിരിക്കും, അതൊക്കെ ഞാൻ നോക്കിക്കൊണ്ടിരിക്കും. അതേ എറണാകുളം എത്തി നമ്മൾ വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ പാർക്കിംഗ് ഏരിയയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതേ വണ്ടി എടുത്ത് അപ്പോൾ ഫുഡ് വേണം, വിശക്കുന്നുണ്ട് എന്നൊക്കെ പറയുകയാണ് കേട്ടോ. അപ്പോൾ ദേ ആ ദൂരെ കാണുന്നതാണ് കേട്ടോ ഫോറം മാൾ. അപ്പോൾ ഏട്ടൻ പറഞ്ഞ് ഫോറം മാളിൻ്റെ ഓപ്പോസിറ്റായിട്ടൊരു റെസ്റ്റോറൻ്റ് ഉണ്ട്. അപ്പോൾ അവിടെ നല്ല ബിരിയാണി കിട്ടും. അപ്പോൾ നമുക്ക് അത് വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോവാം. അവിടെ ഇരുന്ന് കഴിക്കേണ്ട, ടൈം എടുക്കും. അപ്പോൾ നമുക്ക് അവിടെ നിന്ന് വാങ്ങിയിട്ട് പോവാമെന്ന് പറഞ്ഞു കേട്ടോ. അങ്ങനെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ കയറി വാഷ്റൂമിൽ പോവേണ്ടതുണ്ടായിരുന്നു കേട്ടോ. പൊതുവേ ട്രെയിനിൽ വാഷ്റൂം ഞാൻ ഉപയോഗിക്കാറേ ഇല്ല കേട്ടോ. ഫുഡിന് വേണ്ടിയിട്ട് അധിക നേരം വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നും വന്നില്ല കേട്ടോ. ഒരു 5 മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കയ്യിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. പെട്ടെന്ന് തന്നെ ഞങ്ങൾ വീട്ടിലെത്തി. നല്ല അടിപൊളി ബിരിയാണി ആയിരുന്നേ. അപ്പോൾ അതേ ഞങ്ങളുടെ ഈ ഒരു ചെറിയ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീണ്ടും കാണാം. ബൈ.